നടു റോഡിൽ തർക്കം. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് പൊക്കി. ഇന്നലെ രാത്രിയിൽ 11 മണിയോടെ തിരുവനന്തപുരം ശാസ്തമംഗലം ജംഗ്ഷനിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ശാസ്തമംഗലത്ത് നിന്ന് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക് വരികയായിരുന്നു. അവിടെ വെച്ച് മറ്റൊരു വാഹനവുമായി നേർക്കുനേർ വന്നു. ആ വാഹനം ഓടിച്ചിരുന്നത് KPCC നേതാവ് വിനോദ് കൃഷ്ണയായിരുന്നു. ഈ രണ്ടുപേരുടെയും വാഹനം നേർക്കുനേർ വന്ന് പരസ്പരം ഇടിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ വാഹനം ആ നടുറോഡിൽ തന്നെ ചവിട്ടി നിർത്തി രണ്ടുപേരും ഇറങ്ങി പരസ്പരം വലിയ തർക്കമായി. അവിടെ സമീപത്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഏതാണ്ട് 15 മിനിറ്റോളം ഇരുവരും ആരാണ് കുറ്റക്കാർ എന്ന തരത്തിൽ പരസ്പരം വാഗ്വാദം ഉണ്ടായത്. തുടർന്ന് വിനോദ് കൃഷ്ണ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയ ശേഷം വിനോദ് കൃഷ്ണ പോലീസിനോട് പറഞ്ഞത് ഈ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട്, അയാൾ കയർത്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ സംശയത്തിലാണ് മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ആ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അതിനുശേഷം രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെത്തി മാധവ് സുരേഷിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. അപ്പോഴേക്കും വിനോദ് കൃഷ്ണയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ വെച്ച് പോലീസ് പറഞ്ഞു മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞത് നമ്മൾക്ക് സംശയമുണ്ടായിരുന്നു, ഫോണിൽ സംസാരിച്ചുകൊണ്ട് അലക്ഷ്യമായിട്ടാണോ വന്നതെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നീട് പോലീസ് രണ്ടുപേർക്കും പരാതിയില്ല എന്നുള്ള ധാരണയിൽ രണ്ടുപേരെയും വിട്ടയക്കുകയായിരുന്നു.